എല്ലാവർക്കും നമസ്കാരം. ടീസ് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NIOSന്റെ കീഴിൽ 10ാം ക്ലാസ് +2 എങ്ങനെ സ്വന്തമാക്കാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് വീഡിയോയിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. 6 മാസം കൊണ്ട് പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NIOSന്റെ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിലൂടെ 6 മാസം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 6 മാസത്തിനുള്ളിൽ എക്സാം എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, NIOSലൂടെ 10ാം ക്ലാസ്സും +2ഉം കരസ്ഥമാക്കാൻ കഴിയും. അപ്പോൾ ആർക്കെങ്കിലും പഠനം മുടങ്ങിപ്പോയ ആർക്കെങ്കിലും തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നേടാനോ അതുപോലെ തന്നെ +2 പാസ്സാകാനോ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടായാലും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, 10ാം ക്ലാസ്സും +2 ഒക്കെ സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾ എക്സാം എഴുതുന്നതിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യേണ്ടുന്നത്, നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടി മാത്രമേ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ നാട്ടിൽ എത്തേണ്ടെന്ന് ആവശ്യമുള്ളത്. ബാക്കി എവിടെ ഇരുന്ന് വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, ഫീസ് എല്ലാം ഓൺലൈനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു സർട്ടിഫിക്കറ്റൊക്കെ വളരെ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഇപ്പോൾ +2ൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവരുടെ ജോലി എന്തെങ്കിലും അവരുടെ ജോലിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലൂടെ എങ്ങനെയാണ് അതായത് എളുപ്പത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഈസിയായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ക്ലാസ്സുകൾ നൽകി, അതാണ് എളുപ്പത്തിലൂടെ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമുക്കറിയാം, ഈ NIOSലൂടെ 10ാം ക്ലാസ്സും +2 ഒക്കെ എഴുതാൻ വരുന്നവർ കൂടുതൽ പേരും ഒത്തിരി നാള്, അതായത് ഒരു ചിലപ്പോൾ 30 വയസ്സിനൊക്കെ ശേഷം പഠിത്തമൊക്കെ വീണ്ടും തുടങ്ങുന്നവരായിരിക്കാം. അവരെ എങ്ങനെ പഠിപ്പിച്ച് എക്സാമിലേക്ക് കൊണ്ടെത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. നമ്മുടെ മുന്നേ പഠിച്ച വിദ്യാർത്ഥികൾക്കറിയാം, അതുപോലെ തന്നെ ഇപ്പോൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും അറിയാം നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ച്. അതിനെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അല്ലെങ്കിൽ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതുപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരുപടി മുകളിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആർക്കെങ്കിലും NIOSലൂടെ 10ാം ക്ലാസ്സോ +2ഓ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നത് 2026 ഏപ്രിലാണ്. ഏപ്രിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്നത് 2026 ഏപ്രിലേക്കാണ്. അപ്പോൾ ഏപ്രിലേക്കുള്ള ക്ലാസ്സുകൾ സ്വാഭാവികമായിട്ടും ഒരു 2 മാസത്തിനുള്ളിൽ നമ്മൾ ആരംഭിക്കും. കാരണം കഴിഞ്ഞ 2025 ഒക്ടോബറിലേക്കുള്ള ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വർഷത്തിൽ 2 തവണയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ, ഏപ്രിൽ ഒക്ടോബർ, ഇങ്ങനെ 2 തവണ വർഷത്തിൽ അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ അഡ്മിഷൻ എടുത്ത ആർക്കെങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഒരു സബ്ജക്റ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്കാഡമിയിലൊക്കെ അഡ്മിഷൻ എടുത്തവരോ സെൽഫായിട്ട് അഡ്മിഷൻ എടുത്തവരോ ഒക്കെ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഗൈഡിന് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പഠിക്കുന്ന എന്ത് ആവശ്യത്തിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പലരും പരാതി പറയാറുണ്ട്, ഈ പറയുന്നതേ ഉള്ളൂ, കോൾ അറ്റൻഡ് ചെയ്യാറില്ല എന്നൊക്കെ. നമ്മൾ പല സാഹചര്യത്തിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിനുള്ള റിപ്ലൈ തരാൻ സാധിക്കില്ല. എന്നാലും പറയും കുറച്ച് കഴിഞ്ഞ് വിളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വീടെത്തിയിട്ട് തിരിച്ച് വിളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരാളെ പോലും അവോയ്ഡ് ചെയ്യാറില്ല, നമ്മൾ അത്ര അടുത്തറിയാം എന്നുള്ളവർക്കറിയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഡ്മിഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്